സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും സജീവമാകുന്നു. ഇന്നു മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന് മഞ്ഞ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപർണ കേസുണ്ട് വിവരങ്ങളുമായി. അപർണ, ഏതായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം സജീവമാകുകയാണ്. എങ്ങനെയാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പുകൾ? സർട്ടു സൂചിപ്പിച്ചത് പോലെ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാനത്ത് കാലവർഷം സജീവമാകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽനിനോ പ്രതിഭാസത്തെ തുടർന്ന് സംസ്ഥാനത്ത് ലഭിച്ച കാലവർഷത്തിന്റെ അളവിൽ അഥവാ മഴയുടെ അളവിൽ വളരെയേറെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി ഇനി വരും ദിവസങ്ങളിൽ മഴ സജീവമായി തന്നെ ലഭിക്കാനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇടിമിന്നലിനും കാറ്റിനുമുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കൃത്യമായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതായത് ഇത്തരത്തിൽ തുടർച്ചയായി മഴ ലഭിച്ചാൽ ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട്, മണ്ണിടിച്ചിൽ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും നൽകുന്നുണ്ട്. എന്തായാലും കൂടി കാറ്റിനും കൂടിയുള്ള സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിലുള്ള വിലക്കും ഉണ്ടാവും. എന്തായാലും കനത്ത ജാഗ്രത പാലിക്കണം. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്, സംസ്ഥാനത്തൊട്ടാകെ മഴ കനക്കുന്നതോടുകൂടി തന്നെ അപകട സാധ്യതകളും വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ അടക്കം ഇടിഞ്ഞു വീണുള്ള അപകടങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. മരങ്ങൾ കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ച് അപകടങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശവും നൽകുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കനക്കാൻ തന്നെയാണ് സാധ്യത. കാത്തു. ശരി, അപർണയാണ് വിവരങ്ങൾ നൽകിയത്.